അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആനിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് 4 പാഠങ്ങളാണ് ഉണ്ടാവുക. അതിലെ 3 പാഠത്തിൻ്റെയും റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ അവസാനത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ച 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ച വാക്കുകൾ തന്നെയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടി അർത്ഥം നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5ാം ക്ലാസ് മുതൽ നമുക്ക് അർത്ഥം നന്നായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പാഠത്തിൻ്റെ ഹെഡിങ് മനിൽ ഫായിസു, ആരാണ് ജയിച്ച ആള്. അപ്പോൾ ആരാണെന്നുള്ളതിന് എന്താ അറബി പറയാം? മൻ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര്. അത് കൂട്ടി വായിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ കസറ് കൊടുത്ത് മനി എന്നാക്കുന്നത്. ശരിക്കും ഇവിടെ പൂജ്യമാണ്, സുക്കൂനാണ്. അപ്പോൾ മൻ എന്നാണ് വേണ്ടത്. അപ്പോൾ മനിൽ ഫായിസു, ആരാണ് ജയിച്ച ആൾ, ആരാണ്. ഇവിടെ എന്താ സംഭവം? ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. ആ ക്വിസ് കോമ്പറ്റീഷനിൽ സമസ്തയെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് കുട്ടികൾ ഉത്തരം പറയും. അങ്ങനെ ജയിച്ച ആൾക്ക് സമ്മാനമുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മത്സരമാണ് ഇവിടെ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ചുവപ്പ് കളറിൽ കൊടുത്ത സംഗതികളാണ്. ഒന്ന് മ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്, അതാണ് മാ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണെന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ എന്ത് പറഞ്ഞാൽ മതി? മാ എന്നൊരൊറ്റ അക്ഷരം പറഞ്ഞാൽ മതി. മാ അത് പറഞ്ഞാൽ മതി. അപ്പോൾ നിന്റെ പേരെന്താണെന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക അറബിയിൽ? മസ്മുക്ക. ഇസ്മ പറഞ്ഞ പേര്. അപ്പം നിന്റെ പേര് മസ്മുക്ക. എന്താ നിന്റെ പേരെന്താ? ഇനി എങ്ങനെ അറബി പറയാം? കൈഫ. അതാണിത്, കൈഫ, എങ്ങനെ. അപ്പം എങ്ങനെ പോകുന്നു എങ്ങനെ ചോദിക്കുക? കൈഫ തദ്ഹബു, അല്ലെങ്കിൽ കൈഫ നദ്ഹബു, അല്ലെങ്കിൽ കൈഫ യദ്ഹബു, അങ്ങനെയൊക്കെ ചോദിക്കുക. എങ്ങനെ പോകും. അപ്പോൾ കൈഫ പറഞ്ഞാൽ എന്താണ്? എങ്ങനെ. കൈഫ എങ്ങനെ, കൈഫ എങ്ങനെ. അർത്ഥം നന്നായി പഠിക്കണം. നിങ്ങൾ ഈ ചുവപ്പ് കളറിൻ്റെ അർത്ഥം നിർബന്ധമായും പഠിക്കണം. അത് തെറ്റിക്കാൻ പാടില്ല. അതറിഞ്ഞാൽ മാത്രമേ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അടുത്ത് മത്ത പറഞ്ഞാൽ എപ്പോൾ. മത്ത എപ്പോൾ. അടുത്ത മന്നെ നമ്മൾ നേരത്തെ പഠിച്ചു, ആര്. അടുത്ത് അയ്യ് പുതിയ വാക്കാണ്. അയ്യ് പറഞ്ഞാൽ ഏത്. ഇപ്പോൾ നമ്മൾ പറയും ഏത് പേരാണ്, ഏത് പേര്? അയ്യു ഇസ്മിൻ. ഏത് ക്ലാസ്? അയ്യു സൊഫ്. അങ്ങനെ ചോദിക്കും അല്ലേ. ഏത് നാട്ടിൽ നിന്നാണ്? അവിടെ നമ്മൾ വേറെ പേര് ഉപയോഗിക്കും. അങ്ങനെ ഏത് നമ്മൾ അറബിയിൽ പറയാൻ എന്താ വഹിക്കുക? അയ്യ് ഏത് അയ്യ് ഏത്. അടുത്ത അയിന എന്ന് പറഞ്ഞാൽ എവിടെ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട അയിന. അടുത്ത് കം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് വെച്ചാൽ എത്ര പേനുണ്ട് നിൻ്റെ അടുത്ത്? കം കലമൻ, എത്ര പേനുണ്ട്. കം എന്ന് പറഞ്ഞാൽ എത്ര. പിന്നെ മനി പറഞ്ഞാൽ മൻ തന്നെയാണ് കേട്ടോ, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കുക, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. മന്ന്, മത്ത, ഐന, കൈഫ, കം, അയ്യ്. ഇതൊന്ന് കാണാൻ പഠിക്കുക എല്ലാവരും വേഗം. അപ്പം മന്ന് ആര്, മാ എന്ത്, മത്ത എപ്പോൾ, ഐന എവിടെ, കൈഫ എങ്ങനെ, കം എത്ര, അയ്യുൻ ഏത്. പഠിച്ചില്ലേ? അത് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇതുപോലത്തെ ചോദ്യം വരും. അതുകൊണ്ട് ഇനി നമുക്ക് പാടൊന്ന് പെട്ടെന്ന് പോവാം. ജറാഫിൽ ഫസലി ക്ലാസ്സിൽ നടന്നു മുസാബക്കത്തുൽ ഇഖ്തിബാർ ക്വിസ് കോമ്പറ്റീഷൻ ആൻഡ് ജംഇയ്യത്തി സമസ്തയെക്കുറിച്ച്. അപ്പോൾ ക്വിസ് മത്സരം നടക്കണം. വാദൽ മുഅല്ലിമു, ഉസ്താദ് എന്ത് ചെയ്തു? കരാർ ചെയ്തു. ജായിസത്തൻ, സമ്മാനം. ലിമൻ യഫൂസു ബിർ റുത്ബത്തിൽ ലൂല, ഫസ്റ്റ് ഗ്രേഡോടുകൂടി അഥവാ 1ാം സ്ഥാനത്തോടുകൂടി പാസ്സാകുന്ന ആളുകൾക്ക് സമ്മാനം ഓഫർ ചെയ്തു. വക്കാല ലിക്കുല്ലി ജവാബിൻ സഹീഹിൻ അലാമത്തുൻ വാഹിദ, ഉസ്താദ് പറഞ്ഞെന്ത്? എല്ലാ ശരിയായ ഉത്തരങ്ങൾക്കും 1 മാർക്കുണ്ട്. ഫജറത്തിൽ മുസാബക്ക, അങ്ങനെ മത്സരം ആരംഭിച്ചു. അൽ മുഅല്ലിം, ഉസ്താദ് ചോദിക്കാണ്, മാ ഹുവൽ ഇസ്മുൽ കാമിൽ ലി സമസ്ത. അപ്പൊ അർത്ഥം നമ്മൾ പഠിച്ചു. എന്ത്? ഇസ്മ പറഞ്ഞ പേര്. അപ്പൊ 2ന്റെ അർത്ഥം മാ ഹുവൽ ഇസ്മു. അൽ കാമിലിന്റെ അർത്ഥം എന്താ? പൂർണ്ണമായ. അപ്പോൾ പൂർണ്ണമായ പേരെന്താണ്? സമസ്തന്റെ ഫുള്ളായ പേരെന്താ? നമുക്ക് എല്ലാവർക്കും സമസ്ത എന്നറിയാം. പക്ഷെ എന്താ സമസ്തന്റെ ഫുള്ളായ പേര്? അപ്പോൾ ഹാമിദ് എന്നുള്ള കുട്ടി പറഞ്ഞു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. എന്തത് വായിക്കുക? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അപ്പോൾ ശരി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അടുത്ത ചോദ്യം, കൈഫ നുതർജിമു ഹാദൽ ഇസ്മ ഇലൽ അറബിയ്യ. കൈഫ പറഞ്ഞ എന്താണ്? എങ്ങനെ. നുതർജിമു, പരിഭാഷപ്പെടുത്തുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഹാദൽ ഇസ്മ, ഈ പേരിനെ ഇലൽ അറബി, അറബിയിലേക്ക് എങ്ങനെയാണ് മാറ്റിയത്?
അപ്പോ ഷാനിബ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു ജംഇയ്യത്തുൽ ഉലമാ ലി ഉമൂമി കേരള. കുട്ടി ഉഷാറാണല്ലോ. എന്താ പറഞ്ഞത്? ജംഇയ്യത്തുൽ ഉലമാ ലി ഉമൂമി കേരള, അതാണ് സമസ്തന്റെ പേര്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു മത ഉസ്സിസത്ത് ജംഇയ്യത്തു സമസ്ത. മത്താർ നമ്മൾ പഠിച്ചു എപ്പോൾ എപ്പോൾ എപ്പോൾ. ഇനി ഇവിടെ ഉസ്സിസത്ത്, അതാണ് നമുക്ക് അറിയാത്തത് അല്ലെ. ഉസ്സിസത്ത് പറഞ്ഞാൽ എപ്പോഴാണ് ഉണ്ടാക്കിയത്, ഫൗണ്ടേഷൻ അഥവാ അതിന്റെ സ്ഥാപന ദിവസം. ജംഇയ്യത്ത് സമസ്ത രൂപീകരിച്ച അതിന്റെ സ്ഥാപനം എന്നാണ് അത് രൂപീകരിച്ചത്. അപ്പൊ മാജിദ് എന്ന് പറഞ്ഞ കൂടി, നേരത്തെ നമ്മൾ പറഞ്ഞത് ഹാമിദ് ആയിരുന്നു, ഇത് മാജിദാണ്. ഫി സനത്തി അൽഫിൻ 1926 മീലാദിയ. മീലാദിയ പറഞ്ഞാൽ എന്താണ്? നമ്മളെ ക്രിസ്തു വർഷം, അതായത് നമ്മളിപ്പോ 2026 പറയുന്നത് അതേപോലത്തെ വർഷം, അതാണ് 1926. ഉസ്താദ് ചോദിച്ചു മൻ കാന റഈസഹ അൽ അവ്വൽ, ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അതായത് സമസ്തന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അപ്പോ ആയിഷ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു. ഓരോന്നും വേറെ വേറെ കുട്ടികളാ. അസയ്യിദ് അബ്ദുറഹ്മാൻ ബആലവി അഥവാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമ്മൾ പറയില്ലേ, റഹിമഹുല്ല, ഓരാണ്. അപ്പൊ ഉസ്താദ് ചോദിച്ചു ബി അയ്യി ഇസ്മിൻ ഇഷ്തഹറ ഹാദ സയ്യിദുൽ അലീം. കണ്ടോ, ബി അയ്യി ഇസ്മ, അയ്യ പറഞ്ഞാൽ എന്താ? ഏത്, ഇസ്മ പറഞ്ഞ പേര്. അപ്പൊ ഏത് പേര് കൊണ്ടാണ് ഈ ഫേമസ് ആയത്? ഈ തങ്ങൾ ഏത് പേര് കൊണ്ടാ പേര് ഫേമസ് ആയത്? അതാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആരാ പറഞ്ഞത്? ഹാമിദ്. അപ്പൊ ഹാമിദ് രണ്ടാമത്തെ വട്ട പറഞ്ഞു കേട്ടോ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പേരാണ് എന്ത് ശരിക്ക്? അസയ്യിദ് അബ്ദുറഹ്മാൻ ബആലവി. ഓക്കെ, അടുത്ത് ഉസ്താദ് ചോദിക്കുക അയിന മക്കറു സമസ്ത, സമസ്തയുടെ ആസ്ഥാനം എവിടെയാണ്? അയിനറിഞ്ഞ എവിടെ അല്ലെ? അപ്പൊ ആയിഷ പറഞ്ഞു ഫി കാലിക്കൂത്ത്, കോഴിക്കോടാണ്. അപ്പൊ കം ഉളുവൻ ഫി മജ്ലിസിൽ മുഷാവറ ലി സമസ്ത. കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചു എന്താണ്? എത്ര. അപ്പൊ കം ഉളുവൻ എത്ര ആളുകളാണ്? മുഷാവറ എന്ന് പറഞ്ഞാൽ സമസ്തക്ക് എന്താണ്? കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഉസ്താദ്മാരുടെ കൂട്ടം, അതായത് വലിയ സമസ്തന്റെ വലിയ വലിയ ഉസ്താദ്മാരുടെ കൂട്ടത്തിനാണ് എന്ന് പറയാ മുഷാവറ എന്ന് പറയാം. അപ്പൊ ഈ മുഷാവറയിൽ എത്ര ആളുണ്ട് ചോദിച്ചു. അപ്പൊ അർബഊൻ എന്ന് പറഞ്ഞാൽ എത്ര? അർബ പറഞ്ഞ 4, അർബഊൻ പറഞ്ഞാൽ 40. ഹാമിദ പറഞ്ഞു. അടുത്ത ഉസ്താദ് ചോദിച്ചു ഹുന ഇൻതഹത്തിൽ, ചോദിക്കല്ല, ഉസ്താദ് പറഞ്ഞു ഹുന ഇൻതഹത്തിൽ മുസാബഖ, എന്താണ്? മത്സരം അവസാനിച്ചു. മനിൽ ഫൈസിയ ഉസ്താദ്. അപ്പൊ ആരിഫ എന്ന് പറയുന്ന കുട്ടി ചോദിച്ചു ആരാണ്? ഗാലറി ഇരിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു. ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു ഹാമിദുൻ ഹുവൽ ഫായിസ്, ഹാമിദാണ് ജയിച്ചത്. അഹ്സൻ തയാ ഹാമിദ്, ഹാമിദ് നന്നായിരിക്കുന്നു. അനഹുവന്യുക്കാല ഹാദൻ നജ, ഈ വിജയത്തിന്റെ പേരിൽ ഞാൻ എന്നെ ആശംസിക്കുന്നു. പഠിക്കുക, നമുക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതാണ് പഠിക്കേണ്ടത്. മാ മാ മാ, മനി മനി മനി, കൈഫ കൈഫ ബി അയ്യ അയ്യേ. പഠിച്ചോ? മല്ലിസ്മു പേരെന്ത്? അപ്പൊ മസ്മുക്ക നിന്റെ പേരെന്ത്? പഠിച്ചില്ലേ? മനിൽ ഫായിസു, വിജയ് ആര്? കം കൈഫ നുതർജിമു, എങ്ങനെ പരിഭാഷപ്പെടുത്താം? അടുത്ത് ബി അയ്യ ഇസ്മിൻ ഇഷ്തഹറ ഹാദ സയ്യിദു, ബി അയ്യ ഇസ്മിൻ ഏത് പേര് കൊണ്ടാണ് അറിയപ്പെട്ടത്? മൻ മാ മത ഐന കൈഫ കം അയ്യേ. പഠിച്ചില്ലേ? അടുത്ത് യാസിർ അസ്സലാമു അലൈക്കും. ഷാക്കിർ വലൈക്കും സലാം. യാസിർ ചോദിക്കാണ് എന്ത്? ഡാഷ് ഇസ്മുക്ക. ഇവിടെ ഉണ്ട് ഉത്തരം, മന്ന് ഐന കം കമ. എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ അർത്ഥം അറിയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാം. ഞാൻ പറഞ്ഞുതരാം. മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോ മൻ ഇസ്മുക്ക എന്ന് ചോദിക്കോ? നിന്റെ പേര് ആരാണ് ചോദിക്കോ? ഇല്ല, നിന്റെ പേര് എന്താണെന്ന് ചോദിക്കുക. അപ്പൊ എന്താണെന്നുള്ള ഇതിന്റെ അറബി എന്താ? മാ. അപ്പൊ മായാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ അർത്ഥം അറിയണം, ഇവിടെ എഴുതേണ്ട സാധനത്തിന്റെ അർത്ഥം എഴുതണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഉത്തരം നോക്കിയാൽ മതി. ഇസ്മി ഷാക്കിർ, ഷാക്കിർ ആണ് എന്റെ പേര്. അപ്പൊ മനസ്സിലായി ഇവിടെ പേരെന്താന്നാ ചോദിച്ചത്. അടുത്ത് ഡാഷ് ബൈത്തുക്ക, എന്താ ചോദിച്ചത്? ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ബൈത്തി കുർബൽ മസ്ജിദ്. ബൈത്ത് പറഞ്ഞാൽ വീട് അല്ലെ? ബൈത്തി പറഞ്ഞാലോ എന്റെ വീട്. കുർബൽ മസ്ജിദ് പറഞ്ഞാലോ പള്ളിന്റെ അടുത്താണ്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിന്റെ വീട് എവിടെയാണ്? വീട് എന്നുള്ളതിന് എന്താ പറയാ? ബൈത്ത് എന്നാ പറയാ. അത് ഇവിടെ ഉണ്ട്. ഇനി എന്താ വേണ്ടേ? എവിടെ എന്നുള്ളതിന്റെ അറബി അത് ഇവിടെ ഉണ്ട്. ഏതാണ്? ഐന. അങ്ങനെ കണ്ടെത്തിയാൽ മതി. അടുത്ത് ഉളുവൻ ഫി ഉസ്റത്തിക്ക, നമ്മൾ പറഞ്ഞു ഉളുവൻ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ. അപ്പോ എത്ര അംഗങ്ങളാണെന്നാ ചോദിക്കണം. ഹംസത്തു അഴുതായിൻ, 5 ആളുകളാന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ ചോദിക്കണ്ടേ? എത്ര എന്നുള്ളതിന് എന്താ? കം. അടുത്ത് യാസിർ ഡാഷ് ഹും, ആരാണ് അവരെന്നാ ചോദിക്കണം. അപ്പൊ ആരാന്ന് ചോദിക്കാൻ മൻ ഹും, അന ഞാന്, വാബിന്റെ ഉപ്പ, ഉമ്മിന്റെ ഉമ്മ, വാഹി സഹോദരൻ, മുഖ്തി സഹോദരി. അർത്ഥം നന്നായി പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അർത്ഥം പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, മുസാബക മത്സരം, ഫായിസ് വിജയ്, ബദഅ തുടങ്ങി, ഇൻതഹ അവസാനിച്ചു. ഇനി ഇവിടെ എന്താണ്? ഈ ആയത്തുകളിൽ നിന്ന് എന്താണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ പാഠത്തിൽ പഠിച്ച മൻ മാമത്ത ഐന കൈഫ കം അയ്യ്, ഈ വാക്കുകൾ കണ്ടെത്താൻ. അത് എളുപ്പത്തിൽ കണ്ടെത്താനല്ലേ, എളുപ്പത്തിൽ അങ്ങനെ കണ്ടെത്താന്ന്. പക്ഷേ നോക്കുക, മൻ കണ്ടവിടെ ഇത് മന്നാണോ? അല്ല, ഇത് മീനയാണ്. അപ്പൊ ഇത് പറ്റുമോ? പറ്റൂല. ഇതേ പറ്റുള്ളൂ. മൻ യർസുഖുക്കും. ഇവിടെ ഐനുണ്ട്, പിന്നെ വമാ തിൽക്ക, പിന്നെ
കൈഫ തുഹ്യി, പിന്നെ മത ഹാദ, പിന്നെ കം ലബിസ, അയ്യുൽ ഫരീഖൈനി. പഠിച്ചില്ലേ? അർത്ഥങ്ങൾ നന്നായി പഠിക്കട്ടോ. ജറ എന്ന് പറഞ്ഞാൽ എന്താ? നടന്നു. ഫസ്ലുൻ ക്ലാസ്, മുസാബക്ക മത്സരം, മുസാബക്കത്തുൽ ഇഖ്തിബാർ കിസ് മത്സരം. ജംഇയ്യ സംഘടന, വഅദ വാഗ്ദാനം ചെയ്തത്, കരാർ ചെയ്തു, ഓഫർ ചെയ്തു. ജായിസ സമ്മാനം, റുതുബ സ്ഥാനം, അലാമത്ത് മാർക്ക്. ബദ യബ്ദഉ തുടങ്ങി, ഉസ്സിസ സ്ഥാപിതമായി, റഈസ് പ്രസിഡന്റ് കേട്ടോ. ഞാൻ നേരത്തെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു, പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, പ്രസിഡന്റ്. ഉളുവ് അഅ്ളാ അംഗം. ഇൻതഹ അവസാനിച്ചു, ഫായിസ് വിജയി. ഉഹന്നിഉ ഞാൻ അഭിനന്ദിക്കുന്നു, നജാഹ് വിജയം. അപ്പം അതാണ് 4ാമത്തെ പാഠം. ഇൻഷാ അല്ലാഹ് 4 പാഠം നന്നായി പഠിക്കുക. എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ്സിലേക്കാളും സിമ്പിളാണ് 5ാം ക്ലാസ്സിലെ ലിസാൻ എന്നാണ് തോന്നുന്നത്. ഇത്രയും 4 പാഠം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി വിജയം നേടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.